ഹായ് മക്കളെ, ഈ CBSE സിലബസ് പഠിച്ച ബോർഡ് എക്സാമിന് തീരെ മാർക്ക് കിട്ടില്ല എന്നുള്ളൊരു വാർത്ത നിങ്ങളൊക്കെ കേൾക്കാറുണ്ടാവും അല്ലേ? അതിന് പല കാരണങ്ങൾ ഉണ്ടാവായിരിക്കാം. ചിലപ്പോൾ പരീക്ഷ നല്ല ടഫായിരിക്കും, വാല്യുവേഷൻ സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതുകൂടാതെ CBSE ടീച്ചേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ CBSEയിൽ പഠിക്കുന്ന മക്കൾ അവരെഴുതുന്ന ഒരേ ഒരു പൊതുപരീക്ഷ എന്ന് പറയുന്നത് അവരുടെ ഫൈനൽ എക്സാം മാത്രമാണ്. അതായത് +1 +2 ഒരു CBSE കുട്ടി പഠിക്കുകയാണെങ്കിൽ അവൻ്റെ +1 ഓണപരീക്ഷ, +1 ക്രിസ്മസ് എക്സാം, +1 മോഡൽ എക്സാം ഒന്നും ഉണ്ടാവുകയില്ല. +1 ഫൈനൽ എക്സാം അടക്കം എന്താ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് അവൻ്റെ സ്കൂളിൽ അവനെ പഠിപ്പിച്ച ടീച്ചറാണ്. +1 അതായത് CBSEയിൽ +1 എന്തില്ല, ബോർഡ് എക്സാം ഇല്ല. പിന്നെ +2 എത്തിയാലോ, +2 ഓണപരീക്ഷ, +2 ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം ഒക്കെ എന്താണ് അവനവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർ എഴുതുന്നത്. അവർ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന പൊതുപരീക്ഷ എന്ന് പറയുന്നത് CBSEയുടെ ഫൈനൽ എക്സാം ആണ്. ഇതും എന്താണ് അവർക്ക് മാർക്ക് കുറയുന്നതിനൊരു കാരണം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഒരു ടീച്ചർ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ, താൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഉറപ്പായിട്ട് എന്തുണ്ടാവും, അതിലൊരു ബയാസ് ഉണ്ടാവും അല്ലേ? ഇതേ പ്രശ്നം എന്ത് ചെയ്യാൻ പോവാണ്, ഇനി സ്റ്റേറ്റ് സിലബസിനും വരാൻ പോവാണ്. അതായത് ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് കേരള സിലബസിലെ +1ലെയും +2ലെയും മക്കൾക്ക് പൊതുപരീക്ഷയില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. പകരം എന്താണ്, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടുക. ചുരുക്കി പറഞ്ഞ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് കുറച്ച് സമാധാനമൊക്കെ ഉണ്ടാവും. എന്ത് കാരണം, കഴിഞ്ഞ +1ൽ നിങ്ങൾക്ക് ഓണപരീക്ഷ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ആൻഡ് അതിൻ്റെ പ്രശ്നം നിങ്ങളെ +1 ബോർഡ് എക്സാമിൽ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ ഓരോ സ്കൂളിൽ നിന്നും കുട്ടികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്കൂൾ ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട് എന്നുള്ള 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഈ ചോദ്യം, 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴും +1ലെയും +2ലെയും കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടില്ല, സർക്കാർ എടുത്തിട്ടില്ല, വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടില്ല. അവരുടെ ഓണപരീക്ഷ അവരവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടട്ടെ എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പൊതുപരീക്ഷയാക്കാൻ വേണ്ടി അധ്യാപക സംഘടനകൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉറപ്പായിട്ട് എന്തായിരിക്കും, പരീക്ഷയുടെ ക്വാളിറ്റി കളയും, അല്ലെങ്കിൽ പരീക്ഷയുടെ ആ ഒരു സീരിയസ്നെസ് തന്നെ കളയും അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, കേരളത്തിലെ പല സ്കൂളിലെയും പല അധ്യാപകർ ഏത് ലെവലിലാണ് +1ലെയും +2ലെയും കണ്ടന്റ് എടുക്കുന്നെന്നുള്ളത്. അപ്പം നമ്മൾ പഠിപ്പിച്ച പാഠം വെച്ചിട്ട് അതിന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ അവരിടുക. ആൻഡ് അത് ഉറപ്പായിട്ട് എന്താണ്, നിങ്ങളുടെ ഫൈനൽ എക്സാമിന് മാർക്കിനെ ഉറപ്പായിട്ടും ബാധിക്കും. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള സിലബസ് പഠിച്ചിട്ട് 1200-ൽ 1200 മാർക്ക് കിട്ടിയ പല കുട്ടികൾക്കും എന്താണ്, നമ്മളെ സർക്കാർ നടത്തുന്ന കീം എക്സാമിനടക്കം എന്താണ്, അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ ആകുമ്പോൾ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്കടക്കം 22ഓളം മാർക്ക് കുറഞ്ഞ സ്ഥിതിക്ക് ഇത്തവണ നിങ്ങൾ ഇങ്ങനെ എന്താണ്, ഈ പരീക്ഷാ സിസ്റ്റത്തെ തന്നെ എന്താണ് കോലാഹലാക്കി കഴിഞ്ഞിട്ട് അവസാനം +2ൽ മാർക്കില്ലെങ്കിൽ സഫർ ചെയ്യുക നിങ്ങൾ തന്നെ ആയിരിക്കും. അതെന്ത് ചെയ്യണം, മക്കൾ എന്തായാലും മനസ്സിലാക്കണം. സംഭവം ഓണപരീക്ഷ വരുന്നു, കുറച്ച് പഠിക്കേണ്ടി വരും എന്നുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും ഇത് അൾട്ടിമേറ്റ്ലി നല്ലതാണ്. കാരണം നമ്മൾ എത്രത്തോളം പൊതുപരീക്ഷ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അത്രത്തോളം എന്താണ് നമുക്ക് ആ എക്സാമുമായിട്ടുള്ള ആ ഒരു സിങ്ക് കിട്ടും. അത് ഉറപ്പായിട്ടും നമ്മളെ ഫൈനൽ എക്സാമിന് വരും. അതുകൊണ്ട് പൊന്നാര സർക്കാരെ, പൊന്നാര വിദ്യാഭ്യാസ വകുപ്പ്, എനിക്ക് ആകെ അഭ്യർത്ഥിക്കാനുള്ള ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ, കുട്ടികളുടെ ഭാവി വെച്ചെന്ത് ചെയ്യരുത്, നിങ്ങൾ കളിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനുള്ള, അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനുള്ള ചിലവാണോ നിങ്ങളുടെ പ്രശ്നം എന്നറിയില്ല, അതോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനുള്ള മടിയാണോ നിങ്ങളുടെ പ്രശ്നം എന്നറിയില്ല. പക്ഷെ എന്തായിരിക്കണം, ഇത്തവണ ഉറപ്പായിട്ട് എന്താണ്, ഓണപരീക്ഷയ്ക്ക് +2ലെ മക്കൾക്കെങ്കിലും എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൊടുക്കണം, പൊതുപരീക്ഷ തന്നെ നടത്തണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ എതിരഭിപ്രായം ഉണ്ടാവാം. എന്താണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാനീ പറയുന്നത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യട്ടെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടെ, ബന്ധപ്പെട്ട എല്ലാ അധികാരികളിലേക്ക് എത്തുകയും ചെയ്യട്ടെ.